ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഗൈസ് ഫോർസ ഹൊറൈസൺ 4 ആണ്. അത് നമ്മൾ കളിക്കുന്നില്ല ഗൈസ്, ജസ്റ്റ് BMW M3 അത് 9077 ആണെന്ന് തോന്നുന്നു ഗൈസ്. അതാണ് നമ്മൾ ഇന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഒരു നമ്മൾ പറ്റുന്ന പോലെയൊക്കെ അത്യാവശ്യം നല്ലപോലെയൊക്കെ ചെയ്ത് സെറ്റാക്കും. എന്ന് വെച്ചാൽ നല്ലപോലെ അങ്ങ് ചെയ്ത് ശരിയാക്കുന്നില്ല ഗൈസ്. അത്യാവശ്യം നല്ലപോലെ ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡ് മോഡൽ പോലെ ആക്കുക, അത്രേ ഉള്ളൂ. 9097 ആണ് ഗൈസ്. ഓക്കെ, നമ്മൾ അതാണ് ഇന്ന് വാങ്ങാൻ പോകുന്നത്. താഴത്തെയാണ് ഗൈസ്, ഇത് തന്നെ. ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. നമ്മളിത് വാങ്ങുക, ഫുള്ള് പണിയുക, പിന്നെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുക എങ്ങനെയായിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ ഇടാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്, പവർ ചെയ്യുക. ഇതുപോലത്തെ ഓരോരോ ഗെയിംസായിട്ടൊക്കെ ഞാൻ ഇനി വരും. ഓക്കെ ഗൈസ്, ദേ ഈ ഒരു പെയിൻറ്റ് മതിയോ? ഈ ഒരു പെയിൻറ്റ് കൊള്ളാം, പക്ഷെ ഒരു സുഖമില്ല ഗൈസ്. ഇതൊക്കെ ഇതിൽ ഉള്ള എന്തോ സ്പെഷ്യൽ കളേഴ്സ് എന്ന സംഭവത്തിലുള്ളതാണ് ഗൈസ്. അതൊന്നും ഒരു സുഖമില്ല കേട്ടോ, പക്ഷേ കൊള്ളത്തില്ല ഗൈസ്. ഇതൊന്നും ഒരു സുഖമില്ലല്ലോ ഗൈസ്. നമുക്ക് പെയിൻറ്റ് വേറെ നോക്കാം ഗൈസ്. ഓരോരോ പെയിൻറ്റ് നോക്കാം. ഇത് കൊള്ളാം, ഗ്ലോസ് ഇത് ഇച്ചിരി കൊള്ളായിരുന്നു. ഓക്കെ, ഇതൊന്നും കൊള്ളില്ല. ഓക്കെ, ഇത് കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം, കുഴപ്പമില്ല. ഗോൾഡ് കൊള്ളാം, പക്ഷെ ഗോൾഡ് നമ്മൾ ഇതിനടിക്കുന്നില്ല ഗൈസ്. നമ്മൾ ഗോൾഡ് വേറൊരു വണ്ടിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോൾഡ് ഇതിനടിക്കത്തില്ല. നമ്മൾ വേറെ ഗോൾഡ് കൊള്ളാം ഗൈസ്, രസമുണ്ട്. വേണ്ട, ഗോൾഡും വേണ്ട ഗൈസ്, നമുക്ക് ഇതടിച്ചാലോ. ഇത് സെയിം കളറാണ് ഗൈസ്, റെഡ്. ഓക്കെ, നമുക്ക് റെഡ് വാങ്ങാം ഗൈസ്. നമുക്ക് സാധനം കിട്ടിയത് എങ്ങനെയാണോ ആ ഒരു സ്റ്റോക്കിൽ തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. ഏത് സാധനം എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ തന്നെ വാങ്ങുകയാണ് നമ്മൾ, അതിലൊരു മാറ്റം വരുത്തുന്നില്ല. ഓക്കെ ഗൈസ്, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി തുടങ്ങാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമുക്കിനി അടുത്ത പണി തുടങ്ങാം. ഇതല്ല ഇവിടെ ആയിരുന്നടാ ഗൈസ്. ഇതിൽ കുറേ ഏതാണ്ടൊക്കെ സെറ്റിങ്സ് ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഒന്നും മനസ്സിലാവാത്ത ഗൈസ്. ഓക്കെ, നമ്മൾ ടൂൺ ചെയ്യാൻ പോവാണ് ഗൈസ് നമ്മുടെ കാറ്. ആദ്യം നമ്മൾ ഫുള്ള് ടൂൺ ചെയ്യും, പിന്നെ ഉള്ളു നമ്മൾ ഫുള്ള് ഇടയ്ക്ക് കിടക്കുകയാണ് ഗൈസ് പണി. ഓക്കെ, നമ്മൾ ഇത് തന്നെ വെക്കാം. നമുക്ക് ഇൻടേക്ക് വെക്കാം ഗൈസ്. എൻജിൻ ഫുൾ സിസ്റ്റം വെക്കാം. സ്പോർട്സ് മോഡൽ വേണോ ഗൈസ്? നമുക്ക് എക്സോസ്റ്റ് ഒന്ന് നോക്കാം. എക്സോസ്റ്റ് ഒക്കെ സെറ്റാക്കി ഗൈസ്. നമുക്ക് സ്പോർട്സ് കാറിൻ്റെ ഒരു ഇതിൽ എൻജിൻ പണിയാം. ഇനി നമുക്ക് സ്പോർട്സിൻ്റെ എൻജിൻ്റെ ഇത് വെക്കാം. ഓക്കെ, ഇത് വെക്കാം. നമുക്ക് ഓയിലുണ്ട്, റേസിൻ്റെ സംഭവമുണ്ട്. വേണ്ട, മര്യാദയ്ക്കുള്ളത് തന്നെയല്ലേ നല്ലത്, വെറുതെ എന്തിനാ. മര്യാദയ്ക്കുള്ളത് തന്നെയല്ലേ നല്ലത്. ഓക്കെ ഗൈസ്, നമ്മൾ മര്യാദയ്ക്കുള്ള സംഭവം തന്നെയാണ് വെച്ചേക്കുന്നത്. ഓക്കെ, നമ്മളത് വെച്ചിട്ടുണ്ട്. ഫ്ലൈ വീൽ. ഓക്കെ, നമ്മൾ എൻജിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയും കുറച്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. നമ്മൾ നല്ലൊരു ബ്രേക്ക് സിസ്റ്റം തന്നെ വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ സസ്പെൻഷൻ കൂട്ടം കുറയ്ക്കുകയൊക്കെ ഉണ്ട് ഇതിൽ. നമ്മൾ ഇതിൽ കൂട്ടം കുറയ്ക്കാൻ വേണമെന്ന് ചോദിച്ചാൽ വേണോ? അത് ഭയങ്കര താഴ്ചയായിപ്പോയി ഗൈസ്, അതൊന്നും വേണ്ട. ഇത് തന്നെ ഗൈസ് ബെറ്റർ എന്ന് തോന്നുന്നു. നോർമൽ തന്നെയാണെന്ന് തോന്നുന്നു ബെറ്റർ ഗൈസ്. നോർമലാണെന്ന് തോന്നുന്നു ബെറ്റർ. ഇതാണ് രസം അല്ലേ? നോർമൽ മതി ഗൈസ്. നമുക്ക് ഓക്കെ, ഈ ഒരു ഇതാക്കാം. സ്പോർട്സ് റേസ് മോഡലാണ് ഗൈസ് നമ്മൾ കൂടുതലും ചെയ്തേക്കുന്നത്. ഓക്കെ ഗൈസ്. ഓക്കെ, നമുക്ക് ഏതാ അത് വെക്കാം അല്ലേ? ഓക്കെ, നമ്മൾ അതും വെച്ചിട്ടുണ്ട്.
ഗൈസ് നമ്മൾ ഏകദേശം ആ ഒരു പണി കഴിഞ്ഞു. ഇനി അടുത്ത പണിയാണ്. ഓക്കെ, നോക്കിയത് സെറ്റാക്കാം ഗൈസ്. അത് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് വെക്കാം. റേസ് ക്ലച്ചാണ് ഗൈസ് നമ്മൾ വെച്ചേക്കുന്നത്. റേസ് ക്ലച്ചാണ്, റേസ് ട്രാൻസ്മിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡ്രൈവ് ലൈൻ ഇത് മതിയായിരിക്കുമല്ലേ? അത് മതിയായിരിക്കും ഗൈസ്. നമ്മൾ കുറേയൊക്കെ സ്പോർട്സും റേസൂടെ മിക്സ് ചെയ്തൊക്കെയാണ് നമ്മൾ ഗൈസ് ചെയ്തേക്കുന്നത്. നമുക്ക് ടയർ ഗ്രിപ്പുള്ള ടയറാണ് ഗൈസ് വേണ്ടത്. കാരണം ഹാൻഡിലിംഗ് ഒക്കെ അത്യാവശ്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. ഒക്കെ സൈസ് കൂടുന്നതാണ്. ടയർ ഒത്തിരി സൈസ് കൂടുന്നൊരു സുഖമില്ലാത്ത പരിപാടിയാണ്. ഓക്കെ, നമുക്ക് ഇതിൽ കയറി നോക്കാം. ഓക്കെ ഗൈസ്, ഇഷ്ടം പോലെ റിമ്മുണ്ട് ഗൈസ്. നമ്മൾ നല്ല കൺഫ്യൂഷന് വരും. ഏതാ ഒന്ന് വെക്കണ്ടേ, ഏതാ ഒന്ന് വെച്ചാൽ അത് ഇച്ചിരി വൃത്തിയാവുന്നേ എന്നൊക്കെ. കുറേ റിമ്മുണ്ട് ഇതിൽ, കുറേ റിമ്മുണ്ട്. ചിലതൊക്കെ വെക്കുമ്പോൾ ഭംഗിയാണ്, പക്ഷേ വണ്ടിക്ക് കുറേ ഡിസഡ്വാൻറ്റേജൊക്കെ കാര്യങ്ങളൊക്കെ വരും ഗൈസ്. നമ്മൾ മാക്സിമം സെറ്റ് റിമ്മ് വെക്കാനാണ് ഗൈസ് നോക്കുന്നത്. ആ ഒരു യെല്ലോ കൊള്ളാം ഗൈസ്. നമ്മൾ ഈ ഒരു ഗോൾഡ് കൊള്ളാം ഗൈസ്. ഇത് സെറ്റപ്പാണ് കേട്ടോ. ഇതിന് പറ്റിയ റിമ്മ് അല്ലേ? കറക്റ്റ് പറ്റിയ റിമ്മ് ഗൈസ്. ഇത് കറക്റ്റ് റിമ്മാണ് കേട്ടോ. ഇതിന് പറ്റിയ റിമ്മാണ്. ഗൈസ് വേണ്ട, അതൊന്നും സുഖമില്ല. അങ്ങനെ തന്നെ കിടന്നോട്ടെ ഗൈസ്. ആ ചെറുത് തന്നെയാണ് തോന്നുന്നു ബെറ്റർ. അത്രയും വലുതൊക്കെ ഒരു സുഖമില്ലാത്തൊരു സംഭവമാണ് ഗൈസ്. നമുക്ക് നൈസായിട്ട് ബൈക്ക് ഇടിക്കാം. ഓക്കെ, നമുക്ക് സ്പോയിലർ നമുക്ക് ഫ്രണ്ടിൽ ഒരു ചെറിയ ഇതാക്കാം. ഓക്കെ, നമുക്ക് ബാക്കിൽ മറ്റേ സ്പോയിലറാക്കാം. ഇതാക്കാം. അത് മതി ഗൈസ്. നമ്മൾ ആ സ്പോയിലറാക്കി. അത് കഴിഞ്ഞിട്ട് ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ചെയ്യണ്ട ഗൈസ്. അത് ചെയ്യണ്ട, അത് ചെയ്തൊരു സുഖമില്ല നമുക്ക്. ഓക്കെ, നമ്മളത് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ സൈഡിൽ ബോഡിയുടെ കിറ്റുണ്ട്. കിറ്റ് നമ്മൾ കയറ്റാം സൈഡിൽ. ഈ ഒരു കിറ്റുണ്ട് ഗൈസ്, ഉണ്ടോ? ഈ ഒരു കിറ്റ്. ഓക്കെ, ഇത് മതി. കൊള്ളാമില്ലേ? ഈ കിറ്റ് രസമുണ്ട് കാണാൻ വണ്ടി. നോക്കിക്കേ ഗൈസ്, ഈ ഒരു കിറ്റ് സെറ്റാണ് അല്ലേ? ആ സൈഡൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് ഹാൻഡിലിംഗ് ഒക്കെ നല്ലപോലെ കുറയും. സ്പീഡ് സീനില്ല, പക്ഷെ ഹാൻഡിലിങ് കാര്യങ്ങളൊക്കെ കുറയും ഗൈസ്. ബ്രേക്കും കാര്യങ്ങളും എല്ലാം കുറയും, ആക്സിലറേഷനൊക്കെ കുറയും. പക്ഷേ വണ്ടി കാണാൻ നല്ല രസമായിരിക്കും ഗൈസ്. നമ്മൾ ഈ വണ്ടി ഓടിക്കുകയാണെങ്കിൽ പെയ്യെ ഓടിക്കാവും, അല്ലാതെ ഒത്തിരി സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോകും ഗൈസ്. ഓക്കെ, നമ്മൾ സാധനം വാങ്ങിച്ചതിനേക്കാൾ ഇരട്ടി വിലയ്ക്കാണ് നമ്മൾ പണിയുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ പെയിൻറ്റ് മാറ്റണം ഗൈസ്. പെയിൻറ്റ് മാറ്റിയില്ലെങ്കിൽ ഈ റെഡ് ഇത്രയും നമ്മൾ പണിതിട്ട് ഈ റെഡിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് സുഖമാണ് ഗൈസ് ഇതിലൊന്നും ഒരു സുഖവും ഇല്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫീച്ചർ അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ഇനി എൻ്റെ ഇത് അടിച്ചു പോയതാണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് സ്പ്രേ ചെയ്യാം ബോഡി പെയിൻറ്റ് ഗൈസ്. ഈ ഒരു കണ്ടോ കിറ്റോടെ കിറ്റിപ്പോൾ കാണാൻ രസമുണ്ട്. മോനെ വയലറ്റ് കൊള്ളാം ഗൈസ്. സീനാണ്. ബോണറ്റിലെ പെയിൻറ്റ് മാറ്റാൻ പറ്റും. ബോണറ്റിൽ ബ്ലാക്ക് കൊള്ളാം ഇല്ലേ? ബ്ലാക്ക് കൊള്ളാം, സീനൊന്നും ഇല്ല. പക്ഷേ ഗൈസ് വൃത്തിയിടാവോ? വൈറ്റും ബ്ലാക്ക് വൃത്തിയിടാവത്തില്ലായിരിക്കും ഗൈസ്. ഇരിക്കട്ടല്ലേ. സ്പോയിലറിനും സെയിം ഇത് കൊടുക്കാമല്ലേ? ഇത് കൊടുക്കണോ ഗൈസ്? വൈറ്റ് വേണ്ട, ഈ ഒരു കളർ കൊടുക്കാം, ആഷ് കളർ കൊടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ റിമ്മിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. നോർമൽ കളർ കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തികേടായിട്ടുണ്ട്. നല്ലപോലെ വൃത്തികേടായിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട് ഗൈസ്.
ഒന്നും ഒരു സുഖമില്ല. നോർമൽ കളർ തന്നെയാണ് ബെറ്റർ ഗൈസ്. ഓക്കെ, നമുക്ക് വിൻഡോയിൽ കളർ കൊടുക്കാം. ബ്ലാക്ക് കൊടുക്കാം ഗൈസ്, ഗ്രീൻ കൊടുക്കണ്ട. ബ്ലാക്ക് നോക്കാം. ബ്ലാക്ക് കൊള്ളാമല്ലേ, വൃത്തിയിടുന്നില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ബ്ലാക്ക് കൊടുത്തു, സേവ് കൊടുത്തു ഗൈസ്. നമ്മൾ പെയിൻ്റ് അടിക്കുന്ന പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പെയിൻറ്റ് നമുക്ക് ഫ്രീ ആണെന്ന് തോന്നുന്നു, കാരണം നമ്മൾ തന്നെ ചെയ്യുന്ന പണിയാന്ന് തോന്നുന്നു ഗൈസ്. ഓ ഗൈസ്, വണ്ടി പണിത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നോക്കാം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവരും ഗൈസ്. ഓ മോനെ നോക്കിയേ, സീൻ കളറ്. സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല കളർ ഗൈസ്. എനിക്ക് നമ്മുടെ എക്സസിൻ്റെ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാൻ തോന്നുന്നു ഗൈസ്. ആ ടയറ് മഞ്ഞിരിക്കുന്നുണ്ടോ, സീൻ കളറല്ലേ. ഓക്കെ ഗൈസ്, എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.